യെസ്, ബൈജു ഇസ് കമ്മിങ്. പുതിയ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ബൈജു. ഈ പിള്ളേരെ കൊണ്ട് വലിയ തൊല്ല പുറത്തിറക്കി വിട്ടാൽ മതി, എങ്ങോടെങ്കിലും കോടിപ്പോക്കോളും. മര്യ നോക്കിയും കണ്ടൊക്കെ നടക്ക്. ആ കണ്ട മൊട്ടേന്ന് വിരിച്ചിട്ടില്ല, എഴുതി വെച്ചങ്ങനെ നോക്കിയേ. എന്നോട് എന്തിന് പിണക്കം? ഇങ്ങോട്ട് പറയാൻ ശരിയായി തരാൻ. നിങ്ങളൊക്കെ പഠിപ്പിക്കണ നേരത്തല്ല വേറെ വല്ല പണിക്കും പോകാറുണ്ട്. മാഷേ ഗുഡ് മോർണിംഗ്. ഇപ്പൊ എന്തിനാ ഈ ഗുഡ് മോർണിംഗ് പറയണേ? അല്ല മാഷല്ലേ പറഞ്ഞ പഠിപ്പിച്ച മാഷന്മാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണോ? അല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ ഈ വരവുണ്ടല്ലോ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് സ്കൂളിലേക്ക് കയറി വരരുതെന്ന്. എന്തിനാ ഞാൻ നമ്മുടെ ദാമോദരൻ മാഷിനെ കുറിച്ച് ഓർത്തപ്പോ സങ്കടം കൊണ്ട് കഴിച്ചു പോയതാ. ദാമോദരൻ മാഷിന് എന്താ പറ്റിയേ? മാഷിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ആണോ? എന്റെ പൊന്നു മാഷെ, നമ്മുടെ ദാമോദരൻ മാഷിനെ പോലെ ഇത്ര അർപ്പണബോധവും ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന നമ്മുടെ സ്കൂളിലൊരു തീരാ നഷ്ടമാണ്, അറിയാമോ? ഇതാണ് കുഴപ്പം. ആരെങ്കിലും ഒരാൾ മരിച്ചാലാ, പിരിഞ്ഞു പോയാലാ, പെൻഷൻ പറ്റാലാ, അവരെ കുറിച്ച് പറയാൻ മാത്രമേ ആൾക്കാർക്ക് നേരം ഉണ്ടാവുള്ളൂ. നീ പറഞ്ഞ പോലെ ഇത്ര വലിയ സംഭവമാണ് ദാമോദരൻ മാഷെന്നൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ സംസാരിച്ചു പോയല്ലേ, അതാറ് പറഞ്ഞ അത് ശരിയല്ല. എന്താ ഈ കഴിഞ്ഞിടക്ക് നമ്മുടെ വലിയ മഴ പെയ്തപ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ ഓട് പൊട്ടി പിള്ളേരുടെ തലയിൽ കൂടി മൊത്തം വെള്ളം ഒഴുകിയിട്ട് ഇവിടെ അത്രയും ടീച്ചർമാരും സാറുമാരും ഉണ്ട്. ആരെങ്കിലും ആ ഓടൊന്ന് മാറ്റിയിട്ടാരും അതിന് മോളിൽ കയറാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് മാറ്റിയിടാൻ? അറിയത്തില്ലല്ലേ. നേരെ മറിച്ച് ദാമോദരൻ മാഷ് ഇങ്ങോട്ട് ഒന്ന് മുണ്ടും മടക്കി കുത്തി സ്കൂളിന്റെ മേളിലോട്ട് കയറി ആ ഓടങ്ങോട്ട് ശരിയാക്കിയിട്ട് അവിടെ നിന്ന സകല പിള്ളേരും കണ്ട്. എന്തെന്ന്? ദാമോദരൻ മാഷിന് ശുഷ്കാന്തി. അതുപോലെ മറ്റൊരു സംഭവം, എന്തെന്ന്? കഞ്ഞി. ആര്? ഞാനോ? സാറിന്റെ കാര്യമല്ല, ഉച്ചക്കഞ്ഞിയുടെ കാര്യം പറഞ്ഞു. ആ സ്കൂളിൽ പഠിക്കുന്ന ഈ വിശന്ന് കുറഞ്ഞിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു തവി കഞ്ഞി അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ അവിടെ ആ സ്കൂളിൽ ആളില്ല. ഉച്ചക്കഞ്ഞി വിളമ്പാനുള്ള തള്ളക്കന്ന് പനിയായിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ? അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ അവര് വരണ്ട. അവിടെ എത്രയോ ടീച്ചർമാരും സാറുമാരിരുന്ന് നിങ്ങൾക്ക് ഒരു തവി കഞ്ഞി പിള്ളേർക്ക് വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ കൈയുടെ വളകൂരി പോകും. ഞങ്ങളുടെ പണിയൊന്നുമില്ല, ഞങ്ങളുടെ പണി പഠിപ്പിക്കല. നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ ദാമോദരൻ മാഷല്ല, ദാമോദരൻ മാഷ് നടുവിന് ബെൽറ്റ് ഇട്ടിരുന്ന ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് മുണ്ടും മടക്കി കുത്തി ആ തവി അങ്ങോട്ട് എടുത്ത് കുനിഞ്ഞിന്ന് പിള്ളേർക്ക് കമ്പിളിച്ച് കഞ്ഞിയമ്മ അങ്ങോട്ട് വിളമ്പി കൊടുത്തു. അവിടെ നിന്ന് സകല കുഞ്ഞുങ്ങളും കണ്ട്. എന്ത്? ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി അറിയാവോ? ഒരു ഓട് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് മുഴുവൻ കഞ്ഞി വിളമ്പി കൊടുത്തോണ്ടൊന്നും ഒരാള് വലിയ ആളായെന്നൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ സംസാരിച്ചു പോലെ അല്ല മാഷിന്റെ അങ്ങനെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, വേറെ സംഭവം. ഈയിടെ എന്നെ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഏത് ദിവസം? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ആഗസ്റ്റ് 15 ഒരു വക അറിയത്തില്ല. ചുമ്മാ അങ്ങ് പഠിപ്പിച്ചോളൂ പിള്ളേരെ. നിങ്ങൾ ഈ ആഗസ്റ്റ് 15 ദേശീയ പതാക കയറ്റണമെന്നും പറഞ്ഞ് നിങ്ങൾ ഈ കൊടി അങ്ങോട്ട് കെട്ടി അങ്ങ് മേളോട്ട് വിട്ടല്ലോ. എന്നിട്ട് എന്നായി? അത് ഇടയ്ക്ക് വെച്ച് കുരുക്ക് വീണുപോയി. കുരുക്ക് വീണുപോയല്ലേ? എന്നിട്ട് ആ കുരുക്കൊന്നും അടിക്കാൻ വേണ്ടി അത്രയും ടീച്ചർമാരുണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തു? ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന പണി, അല്ലാണ്ട് അടക്കാൻ വേണ്ടി കയറി കുരുക്കടിക്കുന്ന പണിയല്ല. നിങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ അപ്പോഴും ദാമോദരൻ മാഷ് ഇങ്ങോട്ട് മുണ്ടും മടങ്ങി നേരെ കൊടിമരത്തിലോട്ട് കയറി ആ കൊടിയിൽ കെട്ടിവെച്ച് കൂളായിട്ട് ഓടി കയറി. അവിടെ നിന്ന സകല കുട്ടികളും ടീച്ചർമാരും എന്തിനു വേണ്ടി മാഷ് വരെ കണ്ടില്ലേ? എന്ത്? ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി. ഞാൻ കുറ്റം മാഷ് കരയാതെ ഇതാണ് എന്തെങ്കിലും പറയാം. കരയാതെ എന്ത് കാര്യം എന്തെന്ന് പറയാൻ പറഞ്ഞു. ദാമോദരൻ മാഷ് പിരിഞ്ഞു പോണ വിഷമത്തിൽ കരഞ്ഞതല്ല ഞാൻ. പിന്നെ ഞാൻ എന്റെ വീട്ടിലെ കാര്യം ഓർത്തിട്ട് കരഞ്ഞതാ. വീട്ടിലെന്താ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴേ എന്റെ പെണ്ണും പിള്ളയില്ലേ, എന്റെ ഭാര്യ നമ്മുടെ കമല ടീച്ചർ കമല, അവൾ എന്നോട് പറയുവാ, എടോ തനിക്കൊക്കെ എന്തെങ്കിലും ശുഷ്കാന്തി എന്താ? ശുഷ്കാന്തി കാണണമെങ്കിൽ ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി കണ്ടു പഠിക്കാൻ. മനസ്സിലായോ? എന്ത്? ദാമോദരൻ മാഷിന്റെ ശുഷ്കാന്തി.
എടോ ഈ ഓഫീസ് തുടങ്ങിയിട്ട് എത്ര നാളായടോ, ഒരൊറ്റ ഒരുത്തം പോലും ഇങ്ങോട്ട് കേറി വരുന്നില്ല. ബിസിനസ് ആണെങ്കിൽ ക്ലച്ച് പിടിക്കണില്ല. എനിക്കറിയാൻ പാടില്ലായിട്ടാണ്. ഭാര്യയുടെ കെട്ടുതാലി, പാദസരം, വീടിന്റെ ആധാരം, കിണറിന് പഞ്ചായത്ത് കിട്ടുന്ന ലോണിന്റെ കാശ്, ഇതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസ് തുടങ്ങിയത്. ഒരൊറ്റെണ്ണം കേറി വരുവല്ല, ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകണമില്ല. ഈ പണ്ടാരം പിടിച്ച ഫോണാണെങ്കിൽ കേടായിട്ട് 6 ദിവസമായി. ഇതൊന്നും നന്നാക്കുന്ന ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അവനെ കാണാനില്ല. ഞാൻ വിളിച്ചു പറഞ്ഞത് 2 ദിവസമായി. ഞാൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇത് കെട്ടിയെടുത്തത് ഇത് നന്നാക്കാൻ വേണ്ടിട്ട്. എന്റെ ബിസിനസ് പോക്ക, അത് ഉറപ്പാ. ഹലോ, അതെ അയച്ചിരുന്നു, ഞങ്ങൾ അയച്ചിരുന്നല്ലോ. ഫ്രോഡ്സ് അല്ലേ ന്യൂയോർക്കിലേക്ക്? അത് 1.5 കോടി, 1.5 കോടിയുടെ ഞങ്ങൾ അയച്ചിരുന്നല്ലോ പ്രോൺസ്. ചെമ്മീൻ അയച്ചിരുന്നു. ഒരു മിനിറ്റ്. ഹലോ, പിന്നെ എന്താ വേണ്ടേ? മറ്റേ ഇല്ല, അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഷിപ്പിന്റെ അടി നമ്മളിപ്പോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏതാണ്ട് ഒരു 2000 5000 ക്രോഡ്സിന്റെ അടിയിൽ വരും അല്ലെ? അത്രയും വരും തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. അതെ, പിന്നെ നിങ്ങളന്ന് ചെക്ക് മടങ്ങി നിങ്ങൾ വിഷയക്കണ്ട. കാരണം നമുക്കിപ്പോ 4 കോടി 5 കോടി ഒരു വിഷയമുള്ള ടീമല്ലല്ലോ നമ്മള്. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ്. അതെ, ഞങ്ങളിങ്ങനെ കോടികൾ ഇങ്ങനെ ഈ അക്കൗണ്ടന്റ് പോലും കണക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയില്ല. കോടികളുടെ ആസ്തിയാണല്ലോ ഞങ്ങളുടെ കമ്പനിക്ക്. ഒരു മിനിറ്റ്. പിന്നെ മറ്റേ നമ്മുടെ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഏതാണ്ട് മന്ത്ലി ഒരു 2 lakhs rupees ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാനതൊന്നും പോയി ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് സമയമില്ല. പ്ലീസ് പോരടിക്കില്ല, ഒരു മിനിറ്റ്. പിന്നെ ഏക്കർ, പിന്നെ 65 ഏക്കറല്ലേ നമ്മുടെ റബ്ബറും തോട്ടം. അതൊക്കെ നിസ്സാര വിലക്ക് കൊടുത്തു കളഞ്ഞു. ഇല്ലെന്ന്, കാരണം നമ്മുടെ കമ്പനി മുമ്പോട്ട് പടിപടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല. ക്രോഡ്സ് ആണ് ഞങ്ങളുടെ വരുമാനം, ക്രോഡ്സ്. അത് ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ, ശരി എന്നാ. ഓക്കെ. കാർ ഞാൻ ബെൻസ് വിറ്റ് കളഞ്ഞത്. ബെൻസിന് ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപ. അതൊക്കെ എനിക്ക് പുല്ലാണ്. അതിന്റെ എന്തോ മെഡിലോബിളം കിട്ടിയോ ഡിഫറൻറ്റ് കിട്ടിയോ എന്തോ പോയിട്ട് ഞാൻ കാർ ഷെഡ് കയറ്റിട്ടിരിക്കുക. അത് പ്രശ്നമില്ല. കുഴപ്പമില്ല. ഓക്കെ. Okay. This is the last of the companies in the under section of the nationality. Okay? Yeah. Oh, thank you. നമ്മുടെ ഡീലേഴ്സ് ആണ്. ക്രോഡ്സിന്റെ ബിസിനസ് അല്ലേ നടക്കുന്നത്. എനിക്ക് പോലും തലയ്ക്ക് പോകരുത്. ഞാൻ ഈ ബിസിനസിന്റെ ഇന്നിങ്സ് ആയതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ല, ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്താണ് നിങ്ങൾ വന്നത്? ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും? അതല്ല, കംപ്ലൈന്റ്. നിങ്ങൾ ഈ ഫോൺ കേടായെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ. ഫോൺ കേടായെന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പൊ ഇനിയിപ്പോ എല്ലാം ഓക്കെ സ്ഥിതിക്ക് ഞാൻ നിൽക്കണ്ടായിരുന്നു, ഞാൻ പോയിക്കോട്ടെ. അല്ല, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താ വരവേണ്ട ഉദ്ദേശം? ഞാനത് പറഞ്ഞില്ല. ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്ന ആളാണ്. ശരി, അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ. ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്ന എന്റെ ഫോൺ. ഹലോ, പറയൂ സാറാമേ. ആക്സിഡന്റ് ആയിട്ട് വന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ? നമ്മുടെ പേവാർഡിന്റെ വരാന്തേ കിടത്തുന്നേ. അവിടെ പട്ടി വെട്ടി കൊടുക്കുവാന്നു. എന്റെ സാറാമ്മ ചെന്നിട്ട് ആ പട്ടിയോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ കിടത്ത്. പിന്നെ സാറാമ്മേ ഉച്ചയ്ക്ക് കാണണം കേട്ടോ. അത് പിന്നെ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സംഭവിക്കും. ഡോക്ടറെ പിന്നെ വിളിക്കാം. എന്താ പ്രശ്നം? ഗുഡ് മോർണിംഗ്. എന്താ പ്രശ്നം? എന്റെ പേര് രാമനാഥ്. അതാണോ തന്റെ പ്രശ്നം? അതല്ല, എനിക്കല്ല പ്രശ്നം. പിന്നെ ആർക്കാണ്? എന്റെ അച്ഛനാണ് പ്രശ്നം. തന്റെ അച്ഛൻ എന്താണ് പ്രശ്നം? എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലെ ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. പുള്ളി ഇപ്പൊ റിട്ടയർഡായി. അത് കഴിഞ്ഞ പുള്ളിക്കുള്ള കുഴപ്പം എന്താണെന്നറിയാം? എന്താ കുഴപ്പം? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ പുള്ളി കസേരയിൽ പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും വൈകുന്നേരം ഒരു 5 മണി വരെ. രാവിലെ 10 o'clock മുതൽ വൈകിട്ട് ഈവനിങ് 5 o'clock വരെ പുള്ളി ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? തന്റെ അച്ഛൻ, യുവർ ഫാദർ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. അതെ, നമുക്കൊരു പണി ചെയ്യാം. എന്താ? നമുക്കതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ടൈപ്പേറ്റിംഗ് കുലാബിയ ഓഫ് ദ മെഡിലോബ്ലങ്കേറ്റ ഫൺട്രി എന്നാണ് പറയുന്നത്. എന്ത്? രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമുക്ക് ഉറക്കാം. ആര്? എന്റെ അച്ഛനെ.
ഉറക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇവിടുന്ന് കുറച്ച് ഉറക്ക ഗുളിക തരും. അത് വല്ല പാലിലോ കട്ടൻ ചായയിലോ വല്ല OPR-ലോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് തന്റെ അച്ഛനെ താൻ ഉറക്കുന്നു. അങ്ങനെ അച്ഛൻ ഒരാഴ്ച ഗാഠമായ നിദ്ര. അതുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം? ഈ ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ തന്റെ അച്ഛന്റെ മനസ്സിൽ നിന്നും ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു, ഒരു ആത്മാർത്ഥതയുള്ള ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടതയിലുള്ള ഗ്ലിതമുണ്ടല്ലോ, അത് മാറിക്കിട്ടും. മനസ്സിലായില്ല സാർ. രണ്ടാമത് പറയാൻ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നും ചോദിക്കരുത്. എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തന്റെ അച്ഛനെ ഒരാഴ്ച ഉറക്കും. പറയൂ, പിത്തം കഫം മലമൂത്രം എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? എന്റെ പൊന്നു സാറേ, എന്നെ ഓർക്കുന്നില്ലേ? ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. ഓ, അച്ഛനെ ഉറക്കി കിടത്താൻ വന്ന രാമനാഥൻ. ഞാൻ അച്ഛന് സാറ് പറഞ്ഞു പോലെ സുന്ദരമായിട്ട് ഉറക്കി കിടത്തി. അച്ഛൻ സുഖമായി ഉറങ്ങി കാണുമല്ലോ. ഒരാഴ്ച നല്ല സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങി. വെരി ഗുഡ്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോഴാ പ്രശ്നം. എന്ത് പ്രശ്നം? എന്റെ പൊന്ന് സാറ്, നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പുള്ളി ടൈപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പൊ അതല്ല, രാപകലില്ലാതെ ഫുൾ ടൈം ടൈപ്പാ. ഓ, അത് ശരി. 10 മണി മുതൽ 5 മണി വരെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ രാപകലിരുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉറക്കമില്ലെന്ന് എന്റെ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ ഒരു ടൈപ്പ് ആവും. ഒരു പണി ചെയ്ത നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കില്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ 24 മണിക്കൂർ ഇരുന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? അപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ എന്നെ ഒരാഴ്ചയായിട്ട് ഉറക്കി കിടത്തിയതല്ലേ, ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കാണ്, അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്കാണ്. जुगलबंदी रिमिक्स जुगलबंदी रिमिक्स जुगलबंदी रिमिक्स जुगलबंदी रिमिक्स जुगलबंदी रिमिक्स जुगलबंदी रिमिक्स जुगलबंदी